മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് സംസാരിച്ചത്. ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് സംസാരിക്കാനുള്ള അവസരം തുടരുകയാണ്. ഫ്രാൻസിസ് എന്ന പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഫ്രാൻസിസ്, താങ്കൾ എവിടെയാണുള്ളത്, ഏത് ജില്ലയിലാണുള്ളത്? തുടങ്ങിക്കോളൂ, സംസാരിച്ചോളൂ. ഹലോ സർ, ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റാർസിന്റെ ഗ്ലോബൽ പ്രസിഡന്റാണ്. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ നമ്മുടെ EMS നമ്പൂതിരിപ്പാട്, സി അച്യുതമേനോൻ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, VM സുധീരൻ തുടങ്ങിയ പ്രഗത്ഭര് പഠിച്ച ഒരു കോളേജാണ്. 110 കൊല്ലം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്ന കോളേജാണ്. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം നമ്മുടെ കോളേജുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. കോളേജിൽ പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, എങ്കിലും കോളേജിലെ പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണം നമ്മുടെ ലോകത്തിന് തന്നെ ഒരു നഷ്ടമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഒരു വലിയ ഒരു ലീഡറെയാണ്, സമാനതകളില്ലാത്ത ഒരു ലീഡറായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാവിധത്തിലുള്ള അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള 10,000-കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളാണുള്ളത്. ഈ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പേരിൽ ശ്രീ അച്യുതാനന്ദന്, വി എസ് അച്യുതാനന്ദന് എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കുള്ള അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നന്ദി. ഫ്രാൻസിസ് എന്ന പ്രേക്ഷകനാണ് തൃശ്ശൂരിൽ നിന്ന് കേരള വിഷൻ ന്യൂസിലൂടെ സംസാരിച്ചത്. ഇതേപോലെ എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ ന്യൂസിലൂടെ VS അച്യുതാനന്ദനെ സ്മരിക്കാം, ഓർമ്മകൾ പങ്കുവയ്ക്കാം. 8086897049 എന്നതാണ് നമ്പർ. ആ നമ്പർ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താഴെ ബ്രേക്കിംഗ് ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് മഞ്ഞ നിറത്തിൽ എഴുതി കാണിക്കും ആ ഫോൺ നമ്പർ. ആ സമയത്ത് ഫോൺ നമ്പർ നോട്ട് ചെയ്യാം പ്രേക്ഷകർക്ക്. അതിനുശേഷം നമ്മളെ വിളിക്കുകയും ചെയ്യാം.